ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 22-ാം അധ്യായം. മൈത്രേയോ ഉവാച. ജനേഷു പ്രഗൃണൽസ്വേവം പൃഥും പൃഥുലവിക്രമം തത്രോപജഗ്മുർമുനയശ്ചത്വാരഃ സൂര്യവർച്ചസഃ. മൈത്രേയർ പറഞ്ഞു, ഇന്ദ്രിയങ്ങളെ അടക്കി ഭഗവത് ഭക്തിയോടുകൂടെ സ്വധർമ്മത്തെ അനുഷ്ഠിപ്പാനും പ്രജകളെ സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ സംരക്ഷിപ്പാനും മതിയായ പരാക്രമത്തോടുകൂടിയ പൃഥുചക്രവർത്തിയെ പ്രജകൾ മുൻ വിവരിച്ച രീതിയിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂര്യനെപ്പോലെ തേജോമയന്മാരായ സനകാദികളായ 4 മുനിമാർ അവിടെ ആഗമിച്ചു. താം സ്തുസിദ്ധേശ്വരാൻ രാജ വ്യോംനോവതരതോർച്ചിഷ ലോകാനപാപാൻ കുർവത്യ സാനുഗോജഷ്ടലക്ഷിതാൻ. സ്വതേജസ്സുകൊണ്ട് തന്നെ ലോകങ്ങളുടെ പാപങ്ങളാകുന്ന അന്ധകാരത്തെ ദൂരീകരിക്കുന്ന അവരുടെ അസാധാരണ മഹിമയെ കണ്ടിട്ട് ആകാശത്തിൽ നിന്നിറങ്ങി വരുന്ന ആ സിദ്ധേശ്വരന്മാർ സനകാദികളാണെന്ന് രാജാവും കൂടെയുള്ളവരും നിശ്ചയിച്ചു. തദ്ദർശനോദ്ഗതാൻ പ്രാണാൻ പ്രത്യാദിൽ സുരിവോത്തിതഃ സദസ്യാനുഗോ വൈന്യ ഇന്ദ്രിയേശോ ഗുണാനിവ. വൃദ്ധന്മാരെ കണ്ട ഉടനെ യുവാക്കന്മാരുടെ പ്രാണൻ ആ വൃദ്ധന്മാരുടെ അരികത്തേക്ക് പോകുന്നുവെന്നും അതിനാൽ ചെറുപ്പക്കാർ വൃദ്ധന്മാരെ കണ്ട മാത്രയിൽ എതിരേറ്റ് ഗമിച്ച് അവരെ സൽക്കരിച്ചാൽ മാത്രമേ പ്രാണൻ സ്വസ്ഥനാകുകയുള്ളൂ എന്നും സ്മൃതിയിൽ കാണുന്നതിനെ അനുസരിച്ച് സിദ്ധേശ്വരന്മാരുടെ ദർശനം നിമിത്തം അവരുടെ സന്നിധാനത്തിലേക്ക് ഉത്ഗമിച്ച സ്വപ്രാണങ്ങളെ വീണ്ടെടുക്കുവാനുള്ള താൽപ്പര്യം നിമിത്തമോ എന്ന് തോന്നുമാറ് മന്ത്രിമാരോടും അകമ്പടിക്കാരോടും കൂടെ രാജാവ് ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനായ മനസ്സ് ശബ്ദാദി വിഷയങ്ങളുടെ നേരെ പ്രവേശിക്കുന്നതുപോലെ എഴുന്നേറ്റ് ഗമിച്ചു. വൃദ്ധനാഗതനാകുമ്പോൾ യുവാവിൻ്റെ പ്രാണങ്ങൾ അവരുടെ തേജസ്സിനാൽ ആക്ഷിപ്തങ്ങളായിട്ട് അവരെക്കുറിച്ച് ഉത്ഗമിക്കുന്നു. അവരെ എതിരേറ്റ് സ്വീകരിച്ചിരുത്തി സൽക്കരിക്കുന്നതുകൊണ്ട് ഉത്ഗതങ്ങളായ സ്വപ്രാണങ്ങളെ വീണ്ടും പ്രാപിക്കുന്നു. ഗൗരവാദ്യന്ത്രിതസഭ്യഃ പ്രസ്രയാനദകന്ദരഃ വിധിവത് പൂജയാം ചക്രേ ഗൃഹീതാദ്യർഹണാസനാൻ. അവരെക്കുറിച്ചുള്ള ഭക്തി നിമിത്തം അവർക്ക് അധീനനായി ഭവിച്ചവനും സദാചാരങ്ങളെ നന്നായി അറിയുന്നവനുമായ രാജാവ് അവരിൽ തനിക്കുള്ള വിനയത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് തലതാഴ്ത്തി നമസ്കരിക്കുകയും പൂജാദ്രവ്യങ്ങളെയും ആസനങ്ങളെയും സമർപ്പിക്കുകയും ചെയ്തതിനെ സ്വീകരിച്ച ആ മുനിമാരെ വിധിപ്രകാരം സൽക്കരിച്ചു. തത്പാദശൗചസലിലേർമാർജിതാളകബന്ധനഃ തത്ര ശീലവതാം വൃത്തം ആചരന്മാനയന്നിവ. ഇരിക്കുന്ന അവരുടെ പാദങ്ങളെ താൻ തന്നെ ജലം കൊണ്ട് ക്ഷാളനം ചെയ്തു. ആ പാദതീർത്ഥങ്ങളെ തൻ്റെ ശിരസ്സിൽ ധരിച്ചു. സദാചാരങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ആ സദസ്സിൽ രാജാവ് സാധു സൽക്കാരം ചെയ്തു. ഹാടകാസന ആസീനാൻ സ്വധിഷ്ണേഷിവ പാവകാൻ ശ്രദ്ധാ സംയമ സംയുക്തഃ പ്രീതപ്രാഹഭവാഗ്രജാൻ. വേദികളിൽ ഉജ്ജ്വലിക്കുന്ന അഗ്നികളെന്ന പോലെ സ്വർണപീഠങ്ങളിൽ തേജോമയന്മാരായിരിക്കുന്ന അവർ പരമേശ്വരനേക്കാൾ മുമ്പിൽ ജനിച്ച മഹാപൂജ്യന്മാരായതുകൊണ്ട് അവരിൽ തനിക്കുള്ള വിശ്വാസത്തെയും അതിനെ അനുസരിച്ചുള്ള വിനയത്തെയും അവരുടെ ആഗമനം നിമിത്തമുണ്ടായ സന്തോഷത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു. പൃഥുരുവാച. അഹോ ആചരിതം കിം മേ മംഗളം മംഗളായനാഃ യസ്യ വോ ദർശനം ഹ്യാസിദ് ദുർദർശാനാം ച യോഗിഭിഃ. പൃഥു രാജാവ് പറഞ്ഞു, സർവാശുഭങ്ങളെ നശിപ്പിക്കുകയും മംഗളങ്ങളെ ജനിപ്പിക്കുകയും ചെയ്യുവാൻ സമർത്ഥന്മാരായ മഹാനുഭാവന്മാരെ ഞാൻ ഏതൊരു വിധമായ ഈശ്വരാരാധന ചെയ്തിരുന്നുവോ എന്ന് നിശ്ചയിപ്പാൻ എനിക്ക് സാധിക്കുന്നില്ല. മഹാ ആശ്ചര്യം! എന്തുകൊണ്ടെന്നാൽ യോഗികൾക്ക് കൂടെ സിദ്ധിപ്പാൻ കഴിയാത്തതായ നിങ്ങളുടെ ദർശനം എനിക്ക് ലഭിച്ചിരിക്കുന്നുവല്ലോ. അലഭ്യലാഭം നിമിത്തം ജന്മാന്തരത്തിൽ മഹത്തായ പുണ്യം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അനുമാനിക്കുന്നു. കിം തസ്യ ദുർലഭതരമിഹ ലോകേ പരത്രജ യസ്യ വിപ്രാ പ്രസീദന്തി ശിവോ വിഷ്ണുശ്ച സാനുഗഃ. നിങ്ങളെപ്പോലെയുള്ള ബ്രഹ്മജ്ഞാനികളായ ബ്രാഹ്മണരും ശ്രീ ശിവനും ശ്രീ വിഷ്ണുവും ഏതൊരുവനിൽ അവരുടെ ആൾക്കാരോടുകൂടെ പ്രസാദിക്കുന്നുവോ അവന് ഇഹത്തിലും പരത്തിലും ലഭിക്കാത്തതായ ശ്രേയസ് എന്തിരിക്കുന്നു.
അതിനാൽ നിങ്ങളുടെ പ്രസാദം നിമിത്തം ഞാൻ കൃതാർത്ഥനായി. നൈവ ലക്ഷയതേ ലോകോ ലോകാൻ പര്യടതോ ബിയാൻ യഥാ സർവദൃശം സർവ ആത്മാനം ഏസ്യ ഹേതവഃ. എല്ലാ പേർക്കും പരമപുരുഷാർത്ഥത്തെ സാധിപ്പിക്കുവാനുള്ള കാരുണ്യത്തോടുകൂടെ ലോകത്തിൽ എങ്ങും സഞ്ചരിക്കുന്നവരാണ് നിങ്ങളെങ്കിലും അത്രത്തോളം പ്രഭാവം നിങ്ങൾക്കുണ്ടെന്ന് ലോകവാസികൾ എല്ലാ പേരും അറിയുന്നില്ല. ഏതുപോലെ എന്നാൽ ലോകത്തിലുള്ള സർവത്തെയും കണ്ടുകൊണ്ടിരിക്കുന്ന പരമാത്മാവിനെ ഈ ലോകത്തിൻ്റെ സൃഷ്ട്യാദികൾക്ക് കൂടെ കാരണഭൂതന്മാരായ ബ്രഹ്മവാദികൾ കൂടെ പരമാർത്ഥം അറിയുന്നില്ല. അതുപോലെ ദുർദശന്മാരാണ് നിങ്ങൾ. ആ നിങ്ങളുടെ ദർശനം ഭാഗ്യത്താൽ ലഭിച്ചു. അദന അഭിധേധന്യാഹ സാധവോ ഗൃഹമേദിനഃ യദ്ഗൃഹാഹ്യർഹ്യവര്യാംബു തൃണഭൂമീശ്വരാവരാഹ. ഏതൊരുത്തരുടെ ഗൃഹങ്ങളിൽ പൂജ്യന്മാർ പ്രവേശിക്കുകയും അവരുടെ ജലത്തെ പാദക്ഷാളനത്തിനും തൃണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആസനത്തെ ഇരിപ്പാനും ആ ഗൃഹനിലത്തെ സ്പർശിപ്പാനും ആ ഗൃഹത്തിലെ ഉടമസ്ഥനോടും ഭൃത്യന്മാരോടും സംഭാഷണാദികൾ ചെയ്യുവാനും ഇടവരുന്നുവോ, ആ ഗൃഹസ്ഥാശ്രമികൾ ധനഹീനന്മാരാണെങ്കിലും സാധുക്കളും ധന്യന്മാരുമായി ഭവിക്കുന്നു. മഹാന്മാരുടെ ആഗമനവും സൽക്കാര സ്വീകാരവും ഗൃഹസ്ഥാശ്രമികളുടെ സർവ്വദോഷങ്ങളെയും തീർത്ത് അവരെ പരിശുദ്ധന്മാരാക്കുന്നു. വ്യാളാലയദ്രുമാ വൈദേ അപ്യരിക്താഖില സമ്പദഃ യദ്ഗൃഹാസ്തീർത്ഥപാദീയ പാദതീർത്ഥവിവർജിതാഃ. യാതൊരു ഭഗവാന്റെ പാദസ്പർശം നിമിത്തം ഗംഗാനദിക്ക് സകല പാപങ്ങളെയും തീർക്കുവാനുള്ള വൈഭവം ലഭിച്ചിരിക്കുന്നുവോ, ആ തീർത്ഥപാദനായ ഭഗവാന്റെ പാദപത്മങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള മഹാന്മാരുടെ പാദക്ഷാളനം ചെയ്ത തീർത്ഥങ്ങളുടെ സ്പർശനം ലഭിക്കാതിരിക്കുന്നവരുടെ ഗൃഹങ്ങളിൽ സർവസമ്പത്തുക്കൾ നിറഞ്ഞിരുന്നാലും സർപ്പങ്ങളുടെ വാസസ്ഥാനങ്ങളായ വൃക്ഷങ്ങളെന്ന പോലെ അവ ഭയങ്കരങ്ങളാകുന്നു. സ്വാഗതം വോ ദ്വിജശ്രേഷ്ഠ യദ്വ്രതാനി മുമുക്ഷവഃ ചരന്തി ശ്രദ്ധയാ ധീര ബാലായേവ ബൃഹന്തി വൈ. ഹേ ബ്രാഹ്മണോത്തമന്മാരെ, യാതൊന്നു ഹേതുവായിട്ട് നിങ്ങൾ ബാല്യം മുതൽക്കു തന്നെ ഇന്ദ്രിയങ്ങളെ ജയിച്ചവരും മോക്ഷത്തിനായി കാംക്ഷയുള്ളവരുമായിട്ട് നൈഷ്ഠിക ബ്രഹ്മചാരികളായിരിക്കുന്നുവോ, ആ നിങ്ങളുടെ ആഗമനം ഏറ്റവും മംഗളകരമായിരിക്കുന്നു. അതിനാൽ ഞാൻ നിഷ്പാപനും കൃതാർത്ഥനുമായി. കച്ചിന്ന കുശലം നാദ ഇന്ദ്രിയാർത്ഥാർത്ഥവേദിനാം വ്യസനാവാപ ഏതസ്മിൻ പതിതാനാം സ്വകർമ്മഭിഃ. ഹേ നാഥന്മാരെ, ശ്രോത്രാദികളായ ഇന്ദ്രിയങ്ങളെ സുഖിപ്പിക്കുന്ന ശബ്ദാദി വിഷയങ്ങളുടെ ലാഭം തന്നെ പുരുഷാർത്ഥപ്രാപ്തി എന്ന് വിചാരിച്ചിരിക്കുന്ന മൂഢന്മാരും ജന്മാന്തര കർമ്മങ്ങളുടെ പ്രാബല്യം നിമിത്തം പഞ്ചക്ലേശങ്ങളുടെ ഉത്ഭവസ്ഥാനമായിരിക്കുന്ന ഈ സംസാരത്തിൽ അകപ്പെട്ടിരിക്കുന്നവരുമായ ഞങ്ങൾക്ക് കുശലമെന്നതുണ്ടോ? ഭവത്സു കുശല പ്രശ്ന ആത്മാരാമേഷു നേഷ്യതേ കുശല കുശലായത്ര നസന്തിമതിവൃത്തയഃ. ആത്മാനന്ദത്തിൽ അനവരതം ഒഴുകിയിരിക്കുന്ന നിങ്ങളോട് കുശലമോ എന്നുള്ള ചോദ്യം യുക്തമല്ല. എന്തുകൊണ്ടെന്നാൽ കുശലം അകുശലം സുഖം ദുഃഖം എന്നുള്ള കൽപ്പന മനസ്സിൻ്റെ വ്യാപാരഭേദങ്ങളാകുന്നു. നിങ്ങളുടെ മനസ്സ് ആത്മാനന്ദത്തിൽ മുഴുകിയിരിക്കയാൽ ലൗകിക സുഖദുഃഖങ്ങളെ സങ്കല്പിക്കുന്നതിന് കർത്താവില്ലല്ലോ. തദഹം കൃതവിശ്രംഭഃ സുഹൃദോ വസ്തപസ്വിനാം സംപൃച്ഛേ ഭവ ഏതസ്മിൻ ക്ഷേമക്കേനാഞ്ജസാ ഭവേത്. നിങ്ങൾ ആത്മാനന്ദത്തിൽ രമിക്കുന്നവരായതുകൊണ്ട് ലോകത്തിൽ ദുഃഖിതന്മാരായവരുടെ സുഹൃത്തുക്കളാണല്ലോ. ഈ സംസാരത്തിൽ അകപ്പെട്ടിരിക്കുന്നവർ ഏതുവിധം പ്രവർത്തിച്ചാൽ ആയാസം കൂടാതെ ക്ഷേമത്തെ പ്രാപിക്കും എന്ന സംഗതിയെക്കുറിച്ച് നിങ്ങളോട് വിശ്വാസപൂർവം ചോദിച്ചുകൊള്ളുന്നു. വ്യക്തമാത്മവദാമാത്മാ ഭഗവാനാത്മഭാവനഃ സ്വാനാമനുഗ്രഹായേ മാം സിദ്ധരൂപീ ചരത്യജഃ. നിങ്ങൾ സാക്ഷാൽ ഭഗവാന്റെ അവതാരമൂർത്തികളാകുന്നു. ഭഗവാൻ തന്നെ സേവ്യനെന്ന് സർവാത്മന നിശ്ചയിച്ചിരിക്കുന്നവർക്ക് ആത്മസ്വരൂപത്തെ കാട്ടിക്കൊടുക്കുന്നവനും പ്രാകൃതന്മാരെ പോലെ ജന്മാദി വികാരങ്ങൾ ഇല്ലാത്തവനുമായ ശ്രീ ഭഗവാൻ തന്നെ സിദ്ധന്മാരായ നിങ്ങളുടെ സ്വരൂപത്തോടുകൂടെ സ്വജനാനുഗ്രഹത്തിനു വേണ്ടി വെളിവായിട്ട് ഈ ഭൂമിയിൽ സഞ്ചരിക്കുകയാകുന്നു. മൈത്രേയ ഉവാച. പൃഥോസ്തസൂക്തമാകർണ്യ സാരം സുഷ്ടുമിദം മധു സ്മയമാനൈവ പ്രീത്യ കുമാരപ്രത്യുവാചഃ. മൈത്രേയർ പറഞ്ഞു, ന്യായമാർഗത്തിൽ നിന്ന് തെറ്റാതിരിക്കുന്നതും
ഗംഭീരമായ അർത്ഥമടങ്ങിയതും അല്പാക്ഷരങ്ങളോട് കൂടിയതുമായ പൃഥുവിൻ്റെ ശ്രോത്രാനന്ദകരമായ ശോഭനവാക്യം കേട്ടിട്ട് സന്തോഷത്തോടുകൂടെ സനൽകുമാരൻ മന്ദഹാസം ചെയ്യുന്ന മട്ടിൽ മറുപടി പറഞ്ഞു. സനൽകുമാര ഉവാച സാധുപൃഷ്ടം മഹാരാജ സർവഭൂതഹിതാത്മന ഭവതാ വിദുഷാ ചാപി സാധൂനാം മതിരീദൃശി. സനൽകുമാരൻ പറഞ്ഞു, ഹേ മഹാരാജാവേ, അങ്ങയുടെ ഈ ചോദ്യം ശോഭനം തന്നെ. സംസാരത്തിൽ നിന്ന് മോചിപ്പാനുള്ള മാർഗം അങ്ങ് അറിഞ്ഞു തന്നെ ഇരിക്കുന്നുവെങ്കിലും സർവപ്രാണികൾക്കും ഹിതം ഭവിക്കണമെന്നുള്ള വിചാരത്താൽ ആ മാർഗത്തിൽ ജനവിശ്വാസം ഭവിക്കത്തക്ക വിധം ഉറപ്പിക്കാൻ വേണ്ടി ഞങ്ങളോട് ഈ വിധം ചോദിക്കുന്നതാകുന്നു. ഇത് ആശ്ചര്യമല്ല. സാധുക്കളുടെ വിചാരം എപ്പോഴും പരഹിതത്തെ സാധിക്കണമെന്നു തന്നെയാകുന്നു. സംഗമക്കലു സാധൂനാം ഉഭയേഷാം ച സമ്മതഃ യൽ സംഭാഷണ സംപ്രശ്ന സർവേഷാം വിതനോദിശം. സാധുക്കളുടെ ചേർച്ച രണ്ടുപേർക്കും സന്തോഷാവഹം തന്നെ. അവർക്കു തമ്മിൽ നടക്കുന്ന സംഭാഷണങ്ങളും ചോദ്യോത്തരങ്ങളും കേൾക്കുന്നവർക്കും ശ്രേയസ്കരമായി ഭവിക്കുന്നു. അസ്തീവ രാജൻ ഭവതോ മധുദ്ദിഷഃ പാദാരവിന്ദസ്യ ഗുണാനുവാദനേ രതിർദുരാഭാവിദുനോദിനൈഷ്ഠികി കാമം കഷായം മലമന്തരാത്മനഃ. ഹേ രാജൻ, സകല ദോഷങ്ങളെയും തീർത്തു ഭക്തന്മാരെ പരിപാലിക്കുന്ന ശ്രീഹരിയുടെ പാദാരവിന്ദത്തിൻ്റെ പരാക്രമാദി ഗുണങ്ങളെ വർണ്ണിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ അങ്ങയ്ക്ക് സ്ഥിരമായ രതിയുണ്ടായിരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹമാകുന്നു. അത് ഭഗവത് അനുഗ്രഹം ഇല്ലാത്തവർക്ക് ലഭിക്കുന്നതല്ല. അതുണ്ടായിക്കഴിഞ്ഞാൽ സംസാര ഹേതുകമായിരിക്കുന്ന അന്ധഃകരണത്തിലെ രാഗാദിവാസനകളാകുന്ന ദോഷത്തെ മൂലത്തോടുകൂടെ നശിപ്പിക്കും. അതിനാൽ പുരുഷൻ മോക്ഷാർഹനായി ഭവിക്കുന്നു. ശാസ്ത്രക്ഷിയാനേവ സുനിശ്ചിതോ നൃണാം ക്ഷേമസ്യ സദൃഗ് നൃശേഷു ഹേതുഃ അസംഗ ആത്മവ്യതിരിക്ത ആത്മനി ദൃഢാരതിർബ്രഹ്മണി നിർഗുണേ ജയ. ഹേ രാജൻ, മനുഷ്യർക്ക് സംസാരത്തിൽ നിന്നുള്ള വിമുക്തി രൂപമായ ക്ഷേമം ലഭിപ്പാനുള്ള മാർഗങ്ങളെ ആലോചിച്ചുറപ്പിച്ചിരിക്കുന്ന ശാസ്ത്രങ്ങളിൽ ഈ രണ്ടു സാധനങ്ങളെ മാത്രമാണ് നിഷ്കർഷിച്ചു കാണിക്കുന്നത്. അതിലൊന്ന് ആത്മാവിനെ ഒഴിച്ചുള്ള വിഷയങ്ങളിൽ ഒട്ടുപോലും സംഘമില്ലാതിരിക്കുക. മറ്റൊന്ന് പ്രകൃതി ഗുണങ്ങളുടെ സമ്പർക്കമില്ലാതെ സർവത്ര വ്യാപിച്ചിരിക്കുന്ന പരമാത്മാവിൽ ഉറപ്പായ രതി ഉണ്ടായിരിക്കുക. ഇവ രണ്ടും തന്നെ മോക്ഷസാധനമെന്ന് ശാസ്ത്രം നിശ്ചയിച്ചിരിക്കുന്നു. സാശ്രദ്ധയാ ഭഗവത് ധർമ്മചര്യയാ ജിജ്ഞാസയാധ്യാത്മികയോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യശ്രവക്കഥയാ പുണ്യയാ ച. ശാസ്ത്രവും ആചാര്യനും പറയുന്നതിൽ വിശ്വാസം ഉണ്ടായിരിക്കുന്നതുകൊണ്ടും അവരവർക്കു നിശ്ചയിച്ച ധർമ്മങ്ങളെ ഭഗവാന്റെ ആരാധനാരൂപമായി അനുഷ്ഠിക്കുന്നതുകൊണ്ടും സാധനാരൂപമായിരിക്കുന്ന ഭജനാദികളെ നടത്തേണ്ടതായ വിശേഷ സംഗതികളെ അന്വേഷിച്ചറിയുന്നതുകൊണ്ടും ആത്മാവിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കുവാൻ ഉപകരിക്കുന്ന യമനിയമാദികളെ സ്ഥൈര്യത്തോടുകൂടെ അഭ്യസിക്കുന്നതുകൊണ്ടും യോഗമാർഗത്തെ ഉറപ്പിച്ചിരിക്കുന്ന കപിലാദികളായ പൂർവാചാര്യന്മാരെ ഉപാസിക്കുന്നതുകൊണ്ടും പുണ്യത്തെ വർദ്ധിപ്പിക്കുവാൻ ശക്തിയോടുകൂടിയ പരിശുദ്ധമായ യശസ്സുള്ള ഭഗവാന്റെ കഥകളെ നിരന്തരം കേൾക്കുന്നതുകൊണ്ടും വൈരാഗ്യവും ആത്മരതിയും ഉണ്ടായിവരും. അർത്രേന്ദ്രിയാരാമസഗോഷ്ഠ്യതൃഷ്ണായ തൽസമ്മദാനാമപരിഗ്രഹേണ ച വിവിക്തരുച്യ പരിദോഷാത്മൻ വിനാഹരേർ ഗുണപീയൂഷപാനാത്. അർത്ഥാർജനത്തിൽ തൽപരന്മാരായിരിക്കുന്ന തമോ ഗുണപ്രധാനികളോടും ഇന്ദ്രിയങ്ങളെ ലാളിക്കുന്നതിൽ പരിശ്രമിക്കുന്ന രജോ ഗുണപ്രധാനികളോടും സഹവസിക്കാതെയും അവരിഷ്ടപ്പെടുന്ന പദാർത്ഥങ്ങളെ സ്വീകരിക്കാതെയും ഇരിക്കുന്നതുകൊണ്ടും ഭഗവാന്റെ ഗുണങ്ങളാകുന്ന അമൃതത്തിൻ്റെ സേവയിൽ അഭിരുചി ജനിച്ചിട്ടില്ലെന്നു വരികിൽ ഏകാന്തത്തിൽ വസിക്കുന്നതുകൊണ്ടും ആത്മാവിൽ മനസ്സിനെ ഏകാഗ്രതപ്പെടുത്തുന്നതുകൊണ്ടും വിഷയവിരക്തിയും ഭഗവത് ഭക്തിയും ജനിക്കും. കഥാശ്രവണത്തിൽ അഭിരുചിയുള്ള പക്ഷം ഭക്തജനങ്ങളോട് ഒരുമിച്ചിരുന്ന് ഭഗവത് കഥ കേൾക്കുന്നതിനാലും വിരക്തിയും ഭക്തിയും ജനിക്കും. അഹിംസയാ പാരമഹംസ്യചര്യയാ സ്മൃത്യാ മുകുന്ദ ചരിതാഗ്രസീതുന യമൈരകാമേർ നിയമൈശ്ചാപ്യനിന്ദയാ നിരീഹയാ ദ്വന്ദ്വതിതിക്ഷയാ ച. യാതൊരു പ്രാണികളിലും ഉപദ്രവത്തെ ഏൽപ്പിക്കാതിരിക്കുന്ന വ്രതമായ അഹിംസയുടെ അഭ്യാസം കൊണ്ടും എതിർച്ചയാ സിദ്ധിക്കുന്ന അന്നാദികളെ കൊണ്ട് ദേഹധാരണം ചെയ്യുന്നതുകൊണ്ടും
ഹിതാഹിതങ്ങളെ അനുസന്ധാനം ചെയ്യുന്നതുകൊണ്ടും ശ്രീ ഭഗവാൻ ചെയ്തിരിക്കുന്ന അപ്രാകൃത പരാക്രമങ്ങളാകുന്ന ഉത്കൃഷ്ടാമൃതത്തെ സ്മരിക്കുന്നതുകൊണ്ടും അനിർദഭാഷണം, ചൗര്യം മുതലായ ദോഷങ്ങളെ അകറ്റുന്നതുകൊണ്ടും ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുന്നതുകൊണ്ടും സ്നാനം, സന്ധ്യാവദനം മുതലായ നിയമങ്ങളെ കൃത്യസമയത്തിൽ നടത്തുന്നതുകൊണ്ടും അന്യദേവതകളെ ഉപാസിക്കുന്നവരെ നിന്ദിക്കാതിരിക്കുന്നതുകൊണ്ടും പ്രാരബ്ധത്തെ അനുസരിച്ച ഫലം ഭഗവാൻ നൽകും എന്നുള്ള വിശ്വാസം നിമിത്തം തൻ്റെ യോഗക്ഷേമത്തെ ഉദ്ദേശിച്ചുള്ള പ്രവർത്തികളിൽ നിന്ന് വിരമിക്കുന്നതുകൊണ്ടും സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളെയും ശീതോഷ്ണാദികളെയും സഹിക്കുന്നതുകൊണ്ടും വൈരാഗ്യവും ഭഗവത് ഭക്തിയും സിദ്ധിക്കും. ഹരേർമുഹുസ്ത്വത്പരകർണപൂരാ ഗുണാഭിധാനേന വിജൃംഭമാണയാ ഭക്യാഹ്യസംഗ സദസത്യനാത്മനി സ്യാന്നിർഗുണേ ബ്രഹ്മണി ചാഞ്ചസാരഥിഹി. ഭഗവത് ഭക്തന്മാരുടെ കർണാലങ്കാരങ്ങളായിരിക്കുന്ന അവതാര ചരിതങ്ങളെ കീർത്തിക്കുന്നതിനാൽ നിരന്തരം വർദ്ധിച്ചു വരുന്ന ഹരിഭക്തി കൊണ്ട് സ്ഥൂല സൂക്ഷ്മരൂപങ്ങളായി കാണപ്പെടുന്ന ആത്മാവല്ലാത്ത വസ്തുക്കളിൽ വൈരാഗ്യവും ത്രിഗുണങ്ങളെ അതിക്രമിച്ചിരിക്കുന്ന ബ്രഹ്മത്തിൽ പരമരതിയും പ്രയാസം കൂടാതെ ജനിക്കും. യഥാ രതിർബ്രഹ്മണി നൈഷ്ഠകീ പുമാനാചാര്യവാൻ ജ്ഞാനവിരാഗരം ഹസാ ദഹത്യവീര്യം ഹൃദയം ജീവകോശം പഞ്ചാത്മകം യോനിമിവോത്തിതോഗ്നിഹി. ബ്രഹ്മത്തിൽ ഇളക്കമില്ലാത്ത പരമപ്രേമം ജനിക്കുന്ന സമയം വിദ്യാനിധിയും ബ്രഹ്മനിഷ്ഠനുമായ ആചാര്യനെ ലഭിക്കും. അദ്ദേഹത്തിൻ്റെ ഉപദേശം നിമിത്തം ജ്ഞാനത്തിനും വിഷയവൈരാഗ്യത്തിനും ശക്തി വർദ്ധിക്കും. അപ്പോൾ ജീവൻ്റെ സാക്ഷാൽ പരമാനന്ദ സ്വരൂപത്തെ മറച്ചിരിക്കുന്നതും അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം എന്ന സ്വരൂപത്തിൽ ക്ലേശങ്ങളെ ജനിപ്പിക്കുന്നതുമായ അന്ധക്കരണത്തെ, കാരണശരീരത്തെ രണ്ടാമത് ജനനമരണത്തിന് കാരണമായിരിക്കാൻ ശക്തിയില്ലാത്ത വിധത്തിൽ മൂലത്തോടുകൂടെ ദഹിപ്പിക്കുവാൻ സമർത്ഥമായ ആത്മാനന്ദാനുഭവജ്ഞാനം വിളങ്ങും. ഇതുതന്നെ ബ്രഹ്മനിഷ്ഠയെന്ന് പറയപ്പെടുന്ന സമാധിലാഭം. ഹൃദയവികാസം നിമിത്തമുണ്ടായ ജ്ഞാനം ഹൃദയത്തെ പോഷിപ്പിക്കുകയല്ലാതെ നശിപ്പിക്കുമോ എന്ന സംശയം ജനിക്കാവുന്നതാകയാൽ അതിൻ്റെ നിവൃത്തിക്കായിട്ട് ഉപമിച്ചു കാണിക്കുന്നു. തൃണാദി കാഷ്ടങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന അഗ്നി സ്വപ്രകാശത്തിന് സ്ഥാനമായിരിക്കുന്ന ആ തൃണാദി കാഷ്ടങ്ങളെ തന്നെ ദഹിപ്പിക്കുന്നത് അതിൻ്റെ സ്വഭാവമാണല്ലോ. അതുപോലെ ഹൃദയാന്തർഭാഗത്തിൽ വിളങ്ങുന്ന ജ്ഞാനാഗ്നി അവിദ്യാകാര്യങ്ങളായ അഹന്ത, മമതാദി ഭാവരൂപ ബന്ധങ്ങളുടെ ഇരിപ്പിടമായ അന്ധക്കരണത്തെ തന്നെ നശിപ്പിക്കും. ദഗ്ധാശയോ മുക്ത സമസ്ത തദ്ഗുണോ നൈവാത്മനോ ബഹിർ അന്തർവിജഷ്ടേ പരാത്മനോര്യത് വ്യവധാനം പുരസ്താത് സ്വപ്നേ യഥാ പുരുഷസ്തദ്വിനാശേ. ജീവകോശമായിരിക്കുന്ന അന്ധക്കരണം ദഹിച്ചതോടുകൂടെ അന്ധക്കരണധർമ്മങ്ങളായിരുന്ന അഹന്ത, മമതാദിഭാവങ്ങൾ സമസ്തവും നശിച്ചു. അപ്പോൾ പുറമേ ഗൃഹങ്ങൾ, സന്താനങ്ങൾ, ധനങ്ങൾ എന്നീ ദൃശ്യങ്ങളൊന്നും തന്നിൽ നിന്ന് ഭിന്നങ്ങളായിട്ട് കാണുന്നില്ല. ദൃശ്യങ്ങളുടെ അഭാവം നിമിത്തം ദ്രഷ്ടാവെന്ന ഭാവവും നശിച്ചു. ഇതിനു മുമ്പ് ആത്മാവിൽ നിന്ന് ഭിന്നങ്ങളായ ജഡവസ്തുക്കളെ പ്രകാശിപ്പിക്കുന്ന അന്ധക്കരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നശിച്ചു, സ്വരൂപം മാത്രം വിളങ്ങി. നിദ്രാജാഡ്യം നീങ്ങുന്ന സമയം സ്വപ്നത്തിൽ കണ്ടിരുന്ന സ്വഭിന്ന വസ്തുക്കളും അതിനിമിത്തമുണ്ടായിരുന്ന സന്തോഷ സന്താപങ്ങളും നശിച്ച് താൻ മാത്രമായി ഇരുന്നതുപോലെ ഇപ്പോൾ ആത്മമാത്രമായിട്ട് സ്വയമേവ വിളങ്ങുന്നു. ഇതുതന്നെ ജന്മം എടുത്തിരിക്കുന്നതിൻ്റെ പരമപ്രയോജനം. അത് സാധിച്ചതിനാൽ കൃതാർത്ഥനാകുകയും ചെയ്തു. ആത്മാനമിന്ദ്രിയാർത്ഥം ച പരം യദുഭയോരഭി സത്യാശയ ഉപാദൗ വൈ പുമാൻ പശ്യതി നാന്യത. ജാഗ്രവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും അന്ധക്കരണമുള്ളതിനാൽ ആത്മാവാകുന്ന ദ്രഷ്ടാവും ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാകുന്ന ദൃശ്യവും ഇത് രണ്ടിൽ നിന്നും വേറിട്ടിരിക്കുന്ന അഹന്തയും ഉള്ളതായിട്ട് കാണുന്നു. സുഷുപ്താവസ്ഥയിൽ അന്ധക്കരണം അജ്ഞാനത്തിൽ ലയിച്ചതുകൊണ്ട് ആത്മവ്യതിരിക്ത വസ്തുക്കൾ വിളങ്ങുന്നില്ല. സമാധിയിലും ഈ വിധമാണെന്ന് യോഗികൾക്ക് അനുഭവമുണ്ട്. സുഷുപ്തിയിൽ മൂലജ്ഞാനം നശിക്കാത്തതുകൊണ്ട് ആത്മാനന്ദം വിളങ്ങുന്നതിന് അപ്പോൾ അറിഞ്ഞില്ല. സമാധിയിൽ അജ്ഞാനം നശിച്ചതുകൊണ്ട് ആനന്ദാനുഭവം ഉണ്ട്. ഇതാണ് സുഷുപ്തിക്കും സമാധിക്കും തമ്മിൽ ഭേദം. ആത്മാവിനെ ഒഴിച്ചുള്ള വസ്തുവിൻ്റെ പ്രതീതി സുഷുപ്തിയിലും സമാധിയിലും ഉണ്ടാകാത്തതിനു കാരണം അന്ധക്കരണത്തിൻ്റെ അഭാവമാകുന്നു. നിമിത്തേ സതി സർവത്ര ജലാദാവപി പൂരുഷഃ ആത്മനശ്ച പരസ്യാഭി വിദാം പശ്യതി നാന്യത. പുരുഷൻ
ഒരുവൻ മാത്രം സത്യമായിരിക്കെ കണ്ണാടി, ജലം മുതലായ വസ്തുക്കളുടെ സന്നിധിയിൽ പ്രതിബിംബം കാണപ്പെടുന്നു. സാക്ഷാൽ പുരുഷനെ കൂടാതെ അന്യമായ പ്രതിബിംബത്തെ പ്രകാശിപ്പിച്ചത് ദർപ്പണാദി വസ്തുക്കളാകുന്നു. അവയുടെ അസാന്നിധ്യത്തിൽ പുരുഷൻ മാത്രമേയുള്ളൂ. അതുപോലെ അന്ധക്കരണം ഉണ്ടായതുകൊണ്ടാണ് ജീവഭാവം വിളങ്ങിയത്. അതിൻ്റെ അഭാവത്തിൽ ആത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ. ഇന്ദ്രിയൈർവിഷയാകൃഷ്ടൈരാക്ഷിപ്തം ധ്യായതാം മനഃ ചേതനാം ഹരതേ ബുദ്ധേഹേ സ്തംഭസ്തോയമിവ ഹ്രദാത്. കണ്ടിട്ടോ കേട്ടിട്ടോ അനുഭവിച്ചിട്ടോ ഉള്ള വിഷയസുഖങ്ങളെപ്പറ്റി ധ്യാനിക്കുന്നവരുടെ ഇന്ദ്രിയങ്ങൾ വീണ്ടും ആ വിഷയങ്ങളെ അനുഭവിക്കുവാൻ ആഗ്രഹിക്കും. അങ്ങനെ ശോഭിച്ചിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ നിമിത്തം മനസ്സും ശോഭിക്കും. അപ്പോൾ ആ മനസ്സ് ബുദ്ധിക്കുള്ളതായ യുക്തായുക്ത വിചാരശക്തിയെ അപഹരിക്കും. അവിവേകികൾ ഈ സംഭവം അറിയുന്നില്ല. ഏതുപോലെ എന്നാൽ ജലാശയത്തിൻ്റെ കരയ്ക്ക് നിൽക്കുന്ന തൃണാദികൾ നിലത്തിനടിയിൽ കൂടെ പടർന്നു പിടിച്ചിരിക്കുന്ന അവയുടെ വേരുകൾ മാർഗമായിട്ട് ജലത്തെ ആകർഷിക്കുന്നത് സാധാരണമാണല്ലോ. അതുനിമിത്തം അവ പുഷ്ടിയോടുകൂടെ വളരുകയും ചെയ്യുന്നു. ഇതിനെ വിചാരശീലന്മാർ മാത്രമേ അറിയുന്നുള്ളൂ. അതുപോലെ മനസ്സ് ബുദ്ധിയുടെ വിചാരശക്തിയെ അപഹരിക്കുന്നതിനെ അവിവേകികൾ അറിയുന്നില്ല. ഭ്രശ്യത്തനുസ്മൃതിശ്ചിത്തം ജ്ഞാനഭ്രംശസ്മൃതിക്ഷയേ തദ്രോധം കവയ പ്രാഹുർ ആത്മാപന്നവമാത്മനഃ. മനസ്സിന് അതീതമായ ബുദ്ധിയുടെ വിചാരശക്തി നശിക്കുന്നു. അത് നിമിത്തം സ്വരൂപജ്ഞാനം നശിക്കുന്നു. ഇതിനെയാണ് കവികൾ ആത്മാവിൽ നിന്നു തന്നെ ആത്മാവിന് നാശം സംഭവിച്ചു എന്ന് പറയുന്നത്. തനിക്കു നാശം താൻ തന്നെ വരുത്തുന്നു. നാദപരതരോ ലോകേ പുംസസ്വാർത്ഥ വ്യതിക്രമഃ യദന്യസ്യ പ്രേയസ്തും ആത്മനസ്സു വ്യതിക്രമാത്. ലോകത്തിൽ ഓരോരുത്തരും ഭാര്യ, പുത്ര, ധനധാന്യ, ഗൃഹാദികളായ അന്യവസ്തുക്കളെ സമ്പാദിക്കുന്നതും സ്നേഹിക്കുന്നതും ആത്മസുഖത്തിനു വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെ പരമപ്രേമാസ്പദമായ ആത്മാവിന് ആത്മാവ് നിമിത്തം തന്നെ നാശം നേരിടുകയെന്ന് വന്നാൽ പുരുഷന് ഇതിനേക്കാൾ മീതെയുള്ള സ്വാർത്ഥനാശം മറ്റെന്തിരിക്കുന്നു? അർത്ഥേന്ദ്രിയാർത്ഥാഭിധ്യാനം സർവാർത്ഥാപന്നവോ നൃണാം ഭ്രംശിതോ ജ്ഞാനവിജ്ഞാനാത് ഏനാവിശതി മുഖ്യതാം. ധനത്തിൻ്റെയും നേത്രാദികളായ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്ന രൂപാദി വിഷയങ്ങളുടെയും നിരന്തര ചിന്തനം മനുഷ്യർക്ക് ആത്മനാശത്തിന് കാരണമായിരിക്കുന്നു. ഈ ചിന്ത നിമിത്തം ശാസ്ത്രാഭ്യാസത്തിൽ നിന്നു ലഭിച്ച അറിവും ആത്മസാക്ഷാത്കാരവും നശിക്കുകയും വൃക്ഷയോനിയിൽ പ്രവേശിക്കേണ്ടതായി വരികയും ചെയ്യുന്നു. ന കുര്യാത് കർഹിചിത് സംഗം തമസ്തീവ്രം തിദീരിഷുഃ ധർമാർത്ഥകാമമോക്ഷാണാം യദത്യന്തവിഘാതകം. ജനനമരണാദി സംസാരത്തിന് മൂലകാരണമായിരിക്കുന്ന അജ്ഞാനത്തെ കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന പുരുഷൻ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ ആകുന്ന 4 വിധ പുരുഷാർത്ഥങ്ങളെയും മൂലത്തോടുകൂടെ നശിപ്പിക്കുന്ന വിഷയങ്ങളിൽ ഒരു കാലത്തും അത്യാസക്തനായിരിക്കരുത്. തത്രാഭിമോക്ഷയേ വാർത്ത ആത്യന്തികയേഷ്യതേ ത്രൈവർഗ്യോർത്തോ യഥോ നിത്യം കൃതാന്തഭയസംയുതഃ. സാമാന്യമായിട്ട് ധർമാദികളായ 4 പുരുഷാർത്ഥങ്ങളും മനുഷ്യർക്ക് ആവശ്യം തന്നെയെങ്കിലും എല്ലാറ്റിലും മീതെ ആഗ്രഹിക്കത്തക്കതായ പുരുഷാർത്ഥം മോക്ഷം തന്നെയാകുന്നു. എന്തുകൊണ്ടെന്നാൽ ധർമ്മം, അർത്ഥം, കാമം എന്ന 3 പുരുഷാർത്ഥങ്ങളും നിത്യങ്ങളല്ല, നാശമുള്ളവയാകുന്നു. പരേവരേ ജയേ ഭാവ ഗുണവ്യതികരാധനു നതേഷാം വിദ്യതേ ക്ഷേമം ഈശ വിദ്വംസിതാശിഷാം. സത്വാദികളായ ഗുണങ്ങളുടെ അന്യോന്യ സമ്മേളനത്താൽ ജനിച്ചിരിക്കുന്ന ബ്രഹ്മാദികളായ ഉത്കൃഷ്ടന്മാർക്കും നമ്മളെപ്പോലെയുള്ള നികൃഷ്ടന്മാർക്കും സർവദാ സുഖാവസ്ഥ എന്നതില്ല നിശ്ചയം. എന്തുകൊണ്ടെന്നാൽ കാലസ്വരൂപനായ ഈശ്വരൻ എല്ലാവരെയും നശിപ്പിക്കുവാൻ സമർത്ഥനായിരിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങൾക്ക് വിഷയങ്ങളായിരിക്കുന്ന ധർമാദി 3 പുരുഷാർത്ഥങ്ങളും നശിക്കുന്നവയാകുന്നു. അതിനാൽ അവർക്ക് ക്ഷേമമില്ല. തത്വം നരേന്ദ്ര ജഗതാമതസ്തുഷാം ജ ദേഹേന്ദ്രിയാസുധിഷണാത്മവിരാവൃതാനാം യക്ഷേത്രവിത്തപദയാ ഹൃദി വിശ്വഗാഭിഃ പ്രത്യക്ഷഗാസ്തി ഭഗവാൻ സ്തമവേഹി സോസ്മി. ഹേ നരേന്ദ്ര, വിഷയാഭിലാഷം സർവദാ അനർത്ഥാവഹമായതുകൊണ്ട് ദേഹം, ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, ബുദ്ധി, അഹങ്കാരം എന്നിവയാൽ മൂടപ്പെട്ടിരിക്കുന്ന ജംഗമങ്ങളുടെയും സ്ഥാവരങ്ങളുടെയും ഹൃദയത്തിൽ ശരീരാദിഭാവങ്ങളെ അറിഞ്ഞുകൊണ്ടും അവയുടെ ക്ഷയത്തിലും അഭിവൃദ്ധിയിലും മോദിച്ചും ഖേദിച്ചും കൊണ്ട്
പരതന്ത്രനായിരിക്കുന്ന ജീവനെ കർമ്മങ്ങളിൽ ഏർപ്പെടുത്തുന്നവനും സ്വതന്ത്രനും സർവാന്തരനുമായിട്ട് യാതൊരു ഭഗവാൻ പരാപേക്ഷ കൂടാതെ പ്രത്യക്ഷമായി പ്രകാശിക്കുന്നുവോ ആ ഭഗവാൻ തന്നെ ഞാൻ എന്നുള്ള രൂപത്തിൽ സർവാന്തര്യാമിയായ ആ ഭഗവാനെ അറിഞ്ഞുകൊള്ളുക. എങ്ങനെയെന്നാൽ യാതൊരു ഭഗവാൻ സർവാന്തരനായി വിളങ്ങുന്നുവോ അവനാകുന്നു അങ്ങ്, ദേഹേന്ദ്രിയാദികളല്ല. ഞാൻ ഭഗവാനാകുന്നു എന്ന് നിരന്തര ധ്യാനത്താൽ അവനെ സാക്ഷാത്കരിച്ചു കൊള്ളുക. യസ്മിന്നിദം സദസദാത്മതയാ വിഭാതി മായാ വിവേക വിദുതി സ്രജിവാഹി ബുദ്ധിഃ തം നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധ തത്വം പ്രത്യൂഢ കർമ്മകലില പ്രകൃതിം പ്രപദ്യേ. പരമാർത്ഥമായിരിക്കുന്ന യാതൊരധിഷ്ഠാനത്തിൽ സ്ഥൂലം സൂക്ഷ്മം കാര്യം കാരണം ഉത്കൃഷ്ടം നികൃഷ്ടം എന്ന ഭാവത്തിൽ ഈ പ്രപഞ്ചം രജ്ജുവിൽ സർപ്പബുദ്ധി പോലെ വിളങ്ങുന്നുവോ ഇങ്ങനെ തോന്നുന്നത് മായാവിലാസമാകുന്നു. അത് മിഥ്യയാണെന്നറിഞ്ഞുകൊള്ളുക. അധിഷ്ഠാനമായ പരവസ്തുവിനെ അറിയുമ്പോൾ തൽഭിന്നമായിട്ട് തോന്നിയിരുന്ന പ്രപഞ്ചം മിഥ്യയായിരുന്നു എന്നനുഭവപ്പെടും. വിവേകമുദിക്കുമ്പോൾ പ്രപഞ്ചപ്രതീതി നശിച്ചു പോകും. രജ്ജുവിൻ്റെ സ്വരൂപം നന്നായി അറിയുന്ന സമയം അതിൽ തോന്നിയ സർപ്പബുദ്ധി കേവലം ഭ്രാന്തിയായിരുന്നുവെന്നുള്ള അനുഭവം ഉണ്ടാകും. അധിഷ്ഠാന പരമാർത്ഥ വസ്തുവാകട്ടെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നിത്യമുക്തമായിരിക്കുന്നു. കർമ്മനിമിത്തമുള്ള സദസദ്ഭാവ സംബന്ധമില്ലാത്തതിനാൽ പരിശുദ്ധമാകുന്നു. ജ്ഞാനം തന്നെ സ്വരൂപമായി ഇരിക്കുന്നതിനാൽ ഒരു കാലത്തും സ്വാനന്ദത്തിൽ നിന്ന് ചലിക്കാതെയുമിരിക്കുന്നു. സർവാധിഷ്ഠാനമായും നിത്യമുക്ത ശുദ്ധബുദ്ധ സ്വരൂപവുമായിരിക്കുന്ന ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നുവെന്ന ഭാവം അങ്ങയ്ക്കുറയ്ക്കട്ടെ. യത്പാദപങ്കജപലാശ്ച വിലാസഭക്ത്യ കർമാശയം ഘൃതിതമുദ്ഗ്രതയന്തി സന്തഃ തദ്വന്നരിക്തമതയോ യതയോ വിരുദ്ധ സ്രോതോ ഗണാസ്തമരണം ഭജ വാസുദേവം. യാതൊരു ഭഗവാന്റെ ചെന്താമരപ്പൂവിന് തുല്യങ്ങളായ പാദങ്ങളിലെ ദളങ്ങൾക്ക് തുല്യങ്ങളായ വിരലുകളിൽ നിന്ന് പുറപ്പെടുന്ന കാന്തിയിലുള്ള പരമപ്രേമത്തെ അവലംബമായി സ്വീകരിച്ച സത്തുക്കൾ കർമ്മങ്ങളുടെ വാസനകളാൽ അവശനായിരിക്കുന്ന അന്ധകരണത്തെ ഏതുവിധം പരിശുദ്ധമാക്കി തീർക്കുന്നുവോ ആ അവലംബത്തെ ആശ്രയിക്കാതെയിരിക്കുന്ന ബുദ്ധിവൃത്തിയോടുകൂടിയ യതികൾ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് നിരോധിപ്പാൻ പരിശ്രമിക്കുന്നവരായിരുന്നാലും അത്ര എളുപ്പത്തിൽ മനസ്സിനെ നിശ്ചലമാക്കുവാൻ സമർത്ഥന്മാരാകുന്നില്ല. അതിനാൽ ഹൃദയാന്തർഭാഗത്തിൽ വസിക്കുന്ന ആ വാസുദേവനെ അങ്ങ് ശരണം പ്രാപിച്ചാലും കൃച്ഛ്രോമഹാനിഹ ഭവാർണവമപ്ലവേശാം ഷഡ്വർഗനക്രമസുഖേന തിദീരഷന്തി തത്വം ഹരേർഭഗവതോ ഭജനീയമംഗ്രീം കൃത്വോടുഭം വ്യസനമുത്തര ദുസ്തരാർണം. യമനിയമ പ്രാണായാമാദികളുടെ അഭ്യാസം സാധനദശയിൽ തന്നെ സുഖപ്രദങ്ങളല്ലാത്തതുകൊണ്ട് ഈശ്വരഭക്തിയെ ആശ്രയിക്കാതെ ജ്ഞാനാഭ്യാസത്തിൽ പരിശ്രമിക്കുന്നവർക്ക് പ്രാരംഭത്തിൽ മഹത്തായ കഷ്ടമുണ്ട്. അതുകൊണ്ട് അങ്ങ് ഭഗവാന്റെ ഭജനീയമായ പാദപത്മത്തെ കപ്പലായി ആശ്രയിച്ചിട്ട് മറ്റുള്ളവർക്ക് കടപ്പാൻ പ്രയാസമായിരിക്കുന്ന സംസാര സമുദ്രത്തെ സുഖമായി കടന്നുകൊള്ളുക. മൈത്രേയ ഉവാച സ ഏവം ബ്രഹ്മപുത്രേണ കുമാരേണാത്മമേധസ ദർശിതാത്മഗതി സമ്യക് പ്രശസ്യോവാച തം നൃപഃ. മൈത്രേയർ പറഞ്ഞു, ആത്മാവിനാൽ തന്നെ ബുദ്ധിവൃത്തിയെ നിയമിച്ചിരിക്കുന്ന ബ്രഹ്മപുത്രനായ സനൽകുമാരൻ ഇപ്രകാരം രാജാവിന് ആത്മതത്വത്തെ ഉപദേശിച്ചു. അപ്പോൾ രാജാവ് സനൽകുമാരമുനിയെ ഏറ്റവും സ്തുതിച്ചുകൊണ്ടു പറഞ്ഞു. രാജോവാച കൃതോ മേനുഗ്രഹപൂർവം ഹരിണാർത്ഥാനുകമ്പിന തമാപാദയിതും ബ്രഹ്മൻ ഭഗവൻ യൂയമാഗതാഃ. രാജാവ് പറഞ്ഞു, ഹേ ബ്രഹ്മൻ, ഹേ ഭഗവാൻ, നിങ്ങളിൽ നിന്ന് ആത്മജ്ഞാനലാഭം എനിക്കുണ്ടാകുമെന്ന് ദുഃഖിതന്മാരിൽ കരുണയോടുകൂടിയ ശ്രീഹരിയാൽ എനിക്ക് അനുഗ്രഹം നൽകപ്പെട്ടിരുന്നു. അതിനെ സാധിപ്പിക്കുവാനായിക്കൊണ്ട് നിങ്ങൾ ആഗമിച്ചിരിക്കുന്നു. നിഷ്പാദിതശ്ച കാൽസന്യേന ഭഗവദ്ഭിർഗൃണാലുഭിഃ സാധുശ്ചിഷ്ടം ഹി സർവം മേ ആത്മനാ സഹ കിം ദദേ. ഭഗവാനിൽ നിന്ന് അന്യന്മാരും കൃപാലുക്കളുമായ നിങ്ങൾ ഭഗവാൻ നൽകിയ അനുഗ്രഹത്തെ പരിപൂർണമായിട്ട് സാധിപ്പിച്ചു. നിങ്ങൾക്ക് ഞാൻ ഗുരുദക്ഷിണ ചെയ്യേണ്ടതാണ്. പക്ഷേ എന്താണ് ഞാൻ നൽകേണ്ടത്? എൻ്റെ സ്വന്തമായിട്ട് എനിക്ക് യാതൊന്നുമില്ലല്ലോ. എൻ്റെ ശരീരവും രാജ്യാദി സർവവും സാധുക്കളുടെ അനുഗ്രഹത്താൽ എനിക്ക് സിദ്ധിച്ചതാകയാൽ അതെല്ലാം സാധുക്കളുടേതു തന്നെയാകുന്നു. അവയെ ദാനം ചെയ്യുവാൻ എനിക്ക് അധികാരമില്ല. പ്രാണാധാരാസുതാ ബ്രഹ്മൻ ഗൃഹാശ്ച സപരിച്ഛദാഃ
രാജ്യം ബലം മഹീകോശ ഇതി സർവം നിവേദിതം. ഹേ ബ്രഹ്മൻ, ഇതെല്ലാം നിങ്ങളുടേത് തന്നെയെങ്കിലും എനിക്കതിന്മേൽ സ്വന്തമാണെന്നുള്ള അഭിമാനമുള്ളതുകൊണ്ട് അവയെല്ലാം നിങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്നു. പ്രാണങ്ങൾ, ഭാര്യ, പുത്രന്മാർ, ഗൃഹങ്ങൾ, ഉപകരണങ്ങൾ, രാജ്യം, സൈന്യം, ഭൂമി, ഭണ്ഡാരം എന്നിവ സർവവും നിങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്നു. സൈന്യാപത്യം ച രാജ്യം ച ദണ്ഡനേതൃത്വമേവ ച സർവലോകാധിപത്യം ച വേദശാസ്ത്രവിദർഹതി. സൈന്യത്തിൻ്റെ നേതൃത്വം, രാജ്യം, ശിക്ഷാധികാരിത്വം, സർവ്വലോകങ്ങളുടെ ആധിപത്യം എന്നിവ സർവവും വേദശാസ്ത്രങ്ങളെ അറിഞ്ഞിരിക്കുന്ന ബ്രാഹ്മണന് യോഗ്യമായതാകുന്നു. സ്വമേവ ബ്രാഹ്മണോ ഭുങ്ക്തേ സ്വംവസ്തേ സ്വം ദദാതി ച തസ്യൈവാനുഗ്രഹേണാന്നം ഭുഞ്ജതേ ക്ഷത്രിയാദയഃ. ബ്രാഹ്മണൻ സ്വന്തമായ അന്നം ഭുജിക്കുന്നു, സ്വന്തമായ വസ്ത്രം ധരിക്കുന്നു, സ്വന്തമായതിനെ അന്യർക്ക് കൊടുക്കുന്നു. ബ്രാഹ്മണൻ്റെ അനുഗ്രഹത്താൽ തന്നെ ക്ഷത്രിയാദികൾ അന്നം ഭുജിക്കുന്നു. യൈരീദൃശീ ഭഗവതോ ഗതിരാത്മവാദേ ഏകാന്തതോ നിഗമഭി പ്രതിപാദിതാനഃ തുഷ്യന്തദഭ്രകരുണ സുഹൃതേന നിത്യം കോ നാമ തത് പ്രതികരോതി വിനോദപാത്രം. വേദശാസ്ത്രങ്ങളെ നന്നായി അറിഞ്ഞിരിക്കുന്ന യാതൊരു നിങ്ങൾ ആത്മവിചാരത്താൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പരമാർത്ഥ തത്വത്തെ ഇപ്രകാരം ഞങ്ങളോട് ഉപദേശിച്ചുവോ, ആ നിങ്ങൾ പരാനുഗ്രഹരൂപമായ നിങ്ങളുടെ ആ പ്രവൃത്തി കൊണ്ട് തന്നെ സന്തോഷിക്കണം. നിങ്ങളുടെ നേരെ അഞ്ജലീബന്ധം ചെയ്ത് നമസ്കരിക്കുക എന്നൊന്നു മാത്രമല്ലാതെ മറ്റൊരു വിധത്തിൽ പ്രത്യുപകാരം ചെയ്യുവാൻ ആർക്കും ശക്തിയില്ല. സ്വപ്രവൃത്തിയാൽ തന്നെ സന്തോഷിക്കുവാൻ തക്കവിധം പരന്മാരിൽ കാരുണ്യമുള്ളവരാകുന്നു മഹാന്മാരായ നിങ്ങൾ. മൈത്രേയ ഉവാച. യ ആത്മയോഗപദയാ ആദിരാജേന പൂജിതാഃ ശീലം തദീയം ശംസന്തഃ ഖേ ഭൂവന്മിഷതാം നൃണാം. മൈത്രേയർ പറഞ്ഞു, ആത്മജ്ഞാനത്തെ ഉപദേശിക്കുന്ന ആചാര്യന്മാരിൽ പ്രധാനികളായ അവർ ആദിരാജനായ പൃഥുചക്രവർത്തിയാൽ പൂജിക്കപ്പെട്ടവരും അദ്ദേഹത്തിൻ്റെ സൽസ്വഭാവത്തെ പ്രശംസിക്കുന്നവരുമായിട്ട് അവിടെയുള്ള ജനങ്ങൾ നോക്കിയിരിക്കെ ആകാശമാർഗത്തിൽ കൂടെ പോകുകയും ചെയ്തു. വൈന്യസ്തു ദുര്യോ മഹതാം സംസ്ഥിത്യാധ്യാത്മശിക്ഷയാ ആപ്തകാമമിവാത്മാനം മേന ആത്മന്യവസ്ഥിതഃ. മഹാന്മാരിൽ വെച്ച് ഉത്കൃഷ്ടനും സനൽകുമാരനിൽ നിന്ന് ലഭിച്ച ആത്മോപദേശം നിമിത്തം മനസ്സ് നിശ്ചലമായതിനാൽ ആത്മാവിൽ തന്നെ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുന്നവനുമായ പൃഥുചക്രവർത്തി തനിക്ക് സാധിക്കേണ്ടത് മുഴുവനും സാധിച്ചതുകൊണ്ട് കൃതാർത്ഥനായി എന്ന് വിചാരിച്ചു. കർമാണി ച യഥാ കാലം യഥാ ദേശം യഥാ ബലം യഥോചിതം യഥാ വിത്തം അകരോദ്ബ്രഹ്മസാത്കൃതം. കാലം, ദേശം, ശരീരബലം, ഔചിത്യം, ധനം എന്നിവയെ അനുസരിച്ച് ബ്രഹ്മാർപ്പണ ബുദ്ധ്യ കർമ്മങ്ങളെയും ചെയ്തു. ലോകത്തിൽ ശ്രേഷ്ഠന്മാർ ചെയ്യുന്നതിനെ മറ്റുള്ളവർ അനുകരിക്കുന്നത് സാധാരണമാകയാൽ ലോകാനുഗ്രഹാർത്ഥം കർമ്മങ്ങളെ ആചരിച്ചു. ബ്രഹ്മാർപ്പണമായി ചെയ്യുന്ന കർമ്മങ്ങൾ ബന്ധഹേതുക്കളായി ഭവിക്കുകയില്ല എന്ന് ബോധമുള്ളതിനാൽ കർമ്മങ്ങളെ ചെയ്തു. ബലം ബ്രഹ്മണി വിന്യസ്യ നിർവിഷംഗസമാഹിതഃ കർമാധ്യക്ഷം ച മന്വാന ആത്മാനം പ്രകൃതേ പരം. കർമ്മബലത്തെ ഭഗവാനിൽ സമർപ്പിച്ചു. ഈ കർമ്മത്താൽ ഭഗവാൻ പ്രസാദിക്കണം, അന്യമായ ബലത്തെ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന സങ്കല്പമാണ് ഭഗവാനിൽ ബലത്തെ സമർപ്പിക്കുന്നതിൻ്റെ സ്വരൂപം. ഞാൻ കർമ്മം ചെയ്യുന്നു എന്നുള്ള ഭാവമില്ലാതെ എല്ലാവരെയും സമുചിത കർമ്മത്തിൽ ഭഗവാൻ പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ള സമാധാനത്തോടുകൂടിയും സർവകർമ്മങ്ങളുടെ സാക്ഷിയും പ്രകൃതികാര്യങ്ങളായ ദേഹാദികളിൽ നിന്ന് വേറിട്ടിരിക്കുന്നവനുമായ പരമാത്മാവിനെ ഭാവിച്ചും കൊണ്ടും സമുചിത കർമ്മങ്ങളെ നടത്തി. ഗൃഹേഷു വർത്തമാനോപി സസാമ്രാജ്യശ്രിയാന്വിതഃ ന സജ്ജതേന്ദ്രിയാർത്ഥേഷു നിരഹം മതിരർക്കവത്. ഗൃഹങ്ങളിലിരിക്കുന്ന ചക്രവർത്തിക്കുള്ള ഐശ്വര്യം പരിപൂർണമായിട്ടുണ്ട്. എങ്കിലും ഞാൻ എന്നുള്ള അഭിമാനമില്ലാത്തവനായിരുന്നതിനാൽ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളായ ശബ്ദാദികളിൽ ആസക്തനായിരുന്നില്ല. അതുകൊണ്ട് കർമ്മങ്ങൾ ബന്ധഹേതുക്കളായി ഭവിച്ചതുമില്ല. സൂര്യൻ സർവത്ര വ്യാപിച്ചിരിക്കുന്നുവെങ്കിലും പ്രാണികൾ തൻ്റെ സാന്നിധ്യം നിമിത്തം നടത്തുന്ന കർമ്മങ്ങളുടെ ബാധ സൂര്യനില്ലാത്തതുപോലെ ആത്മസാന്നിധ്യം നിമിത്തം ഇന്ദ്രിയാദികൾ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നതല്ലാതെ തനിക്ക് കർത്തൃത്വമില്ലെന്നുള്ള ബോധം നിമിത്തം കർമ്മങ്ങൾ ചക്രവർത്തിയെ ബന്ധിച്ചിരുന്നില്ല. ഏവമധ്യാത്മയോഗേന കർമാണ്യനുസമാചരൻ പുത്രാനുൽപാദയാമാസ പഞ്ചാർച്ചിഷ്യാത്മസമ്മതാൻ
വിജിതാശ്വം ധൂമ്രകേശം ഹര്യക്ഷം ദ്രവിണം മൃഗം. ഇപ്രകാരം ആത്മനിഷ്ഠയോടുകൂടെ സമുചിത കർമ്മങ്ങളെ ദേശകാലോചിതമായ വിധത്തിൽ നിരന്തരം അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ചക്രവർത്തി സ്വഭാര്യയായ അർച്ചിസിൽ വിജിതാശ്വൻ, ധൂമ്രകേശൻ, ഹര്യക്ഷൻ, ദ്രവിണൻ, വൃഗൻ എന്നുപേരുള്ള ആത്മതുല്യന്മാരായ 5 പുത്രന്മാരെ ജനിപ്പിച്ചു. സർവേഷാം ലോകപാലാനാം ദദാരൈക പൃഥുർഗുണാൻ ഗോപീതായ ജഗത് സൃഷ്ടേഹേ കാലേ സ്വേ സ്വേ ച്യുതാത്മകഃ. ശ്രീഹരിയിൽ നിന്ന് ചലിക്കാതെ ഇരിക്കുന്ന മനസ്സോടുകൂടിയ ഏകനായ പൃഥുചക്രവർത്തി ലോകത്തിൽ പ്രാണികളുടെ സംരക്ഷണത്തിനു വേണ്ടിയിട്ട് ഇന്ദ്രാദികളായ 8 ദിക്പാലന്മാരുടെ ഗുണങ്ങളെ അതാതവസരത്തിൽ ധരിച്ചു. രാജാവിൻ്റെ ധർമ്മപരിപാലന നിമിത്തം ഇന്ദ്രാദി ലോകപാലന്മാർ അതാതുകാലത്ത് വർഷാദികളെ നൽകി എന്നുള്ളതിനെ അഷ്ടദിക്പാലന്മാരുടെ അംശം രാജാവിലുള്ളതുകൊണ്ട് രാജാവ് തന്നെ ലോകപാലന്മാരുടെ അധികാരത്തെ വഹിച്ചുവെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. മനോവാഗ്വൃത്തിഭി സൗമ്യേർഗുണൈ സംരഞ്ജയൻ പ്രജാഹ രാജത്യേദാനമേധേയം സോമരാജ ഇവാപരഹ. പ്രജകളുടെ ഹിതങ്ങളെ തന്നെ ചിന്തിക്കുകയെന്ന മനോവ്യാപാരം കൊണ്ടും ഹിതമായും മിതമായും സത്യമായും പ്രിയമായും സംസാരിക്കുക എന്ന വാഗ്വ്യാപാരം കൊണ്ടും സൗശല്യാദികളായ മനോഹര ഗുണങ്ങൾ കൊണ്ടും പ്രജകളെ തന്നിൽ ഏറ്റവും രഞ്ജിപ്പിച്ചതുകൊണ്ട് ലോകാനന്ദകരനായ മറ്റൊരു ചന്ദ്രനെ പോലെ രാജാവെന്നുള്ള നാമധേയത്തെ അർത്ഥവത്തായിട്ട് ധരിച്ചു. സർവ്വലോകങ്ങളെയും ആഹ്ലാദിപ്പിക്കുന്നതുകൊണ്ട് ചന്ദ്രന് രാജാവെന്നുള്ള നാമധേയം യഥാർത്ഥമായിരിക്കുന്നതുപോലെ പ്രജാരഞ്ജന നിമിത്തം യഥാർത്ഥമായ രാജാവായി ഭവിച്ചു. സൂര്യവദ്ദിസൃജൻ ഗൃഹ്ണൻ പ്രതപംശ്ചഭുവോ വസു ദുർദർശസ്തേജസേവാഗ്നിർ മഹേന്ദ്രൈവ ദുർജയഃ. സൂര്യൻ വേനൽക്കാലത്തിൽ ഭൂമിയിൽ നിന്ന് ജലത്തെ ആകർഷിക്കുകയും വർഷകാലത്തിൽ ഭൂമിയിൽ വർഷിക്കുകയും ചെയ്യുന്നതുപോലെ രാജാവ് പ്രജകളിൽ നിന്ന് ധനത്തെ കരമായിട്ട് സ്വീകരിക്കുകയും ദുർഭിക്ഷകാലങ്ങളിൽ അവർക്കു തന്നെ കൊടുക്കുകയും ചെയ്തിരുന്നതിനാൽ സൂര്യ സാദൃശ്യം കിട്ടി. ആജ്ഞയെ എങ്ങും നടത്തുന്നതിനുള്ള ശക്തി നിമിത്തം ആർക്കും അതിക്രമിപ്പാൻ കഴിയാതിരുന്ന തേജസ്സു കാരണം അഗ്നിക്ക് തുല്യനായിരിക്കുന്നു. ശത്രുക്കൾക്ക് ജയിപ്പാൻ അശക്യനായിരുന്നതിനാൽ മഹേന്ദ്രനെ പോലെ പരാക്രമമുള്ളവനായിരുന്നു. തിദിക്ഷാദരിത്രീവ ഡൗരീവാഭീഷ്ടതോ നൃണാം വർഷതിസ്മയതാ കാമം പർജന്യൈവ തർപ്പയൻ. അന്യന്മാർ ചെയ്യുന്ന അപരാധത്തെ സഹിക്കുന്ന സ്വഭാവമാകുന്ന ക്ഷമനിമിത്തം ഭൂമിക്ക് തുല്യനും ജനങ്ങളുടെ അഭീഷ്ടങ്ങളെ സാധിപ്പിക്കുന്നത് നിമിത്തം സ്വർഗത്തിനു തുല്യനും സ്വശക്തിയാൽ വേണ്ടുന്ന സമയം വർഷത്തെ ജനിപ്പിച്ച് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് നിമിത്തം പർജന്യൻ എന്നുപേരായ വർഷാധിപന് തുല്യനുമായിരുന്നു. സമുദ്രൈവ ദുർബോധഃ സത്വേനാചലരാടിവ ധർമ്മരാടിവ ശിക്ഷായാം ആശ്ചര്യേ ഹിമവാനിവ. സമുദ്രത്തിൻ്റെ ആഴം അറിയുവാൻ കഴിയാത്തതുപോലെ രാജാവിൻ്റെ അഭിപ്രായം അന്യന്മാർക്കറിയുവാൻ സാധിക്കാതിരുന്നു. മേരുപർവ്വതം എന്ന പോലെ സ്ഥൈര്യമുള്ളവനും യമനെന്ന പോലെ ശിക്ഷയിൽ പക്ഷപാതമില്ലാത്തവനും ഹിമവാനെ പോലെ ആശ്ചര്യ ഗുണങ്ങളുള്ളവനുമായിരുന്നു. കുബേരൈവ കോശാഢ്യോ ഗുപ്താർത്ഥോ വരുണോ യഥാ മാതരിശ്വേവ സർവാത്മാ ബലേന സഹ സൗജസാ. ഭണ്ഡാരം സർവദാ പരിപൂർണമായിരുന്നതിനാൽ കുബേര സദൃശ്യനും പദാർത്ഥങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വരുണ സദൃശ്യനും ജനങ്ങൾക്ക് ദേഹബലം, മനോബലം, ഇന്ദ്രിയബലം എന്നിവയെ നൽകുവാൻ തക്കവിധം പരിപാലിക്കുന്നവനായതിനാൽ സർവാത്മാവായിരിക്കുന്ന വായുവിനോട് സദൃശ്യനുമായിരുന്നു. അവിഷഹ്യതയാ ദേവോ ഭഗവാൻ ഭൂതരാടിവ കന്ദർപ്പൈവ സൗന്ദര്യേ മനസ്വീ മൃഗരാടിവ. യുദ്ധത്തിലേർപ്പെട്ടാൽ ശത്രുക്കൾക്ക് സഹിപ്പാൻ കഴിയാത്തതായ പരാക്രമമുള്ളതുകൊണ്ട് ഭഗവാനായ ശ്രീ രുദ്രനു തുല്യനും സൗന്ദര്യത്തിൽ മന്മഥനു സമാനനും ധൈര്യത്തിൽ സിംഹത്തിന് സദൃശ്യനുമായിരുന്നു. വാത്സല്യേ മനുവൻ നൃണാം പ്രഭുത്തേ ഭഗവാനജഃ ബൃഹസ്പതിർബ്രഹ്മവാദേ ആത്മവത്വേ സ്വയം ഹരിഹി. മനുഷ്യരെ സ്നേഹിക്കുന്ന വിഷയത്തിൽ മനുവിനു തുല്യൻ, പ്രഭുത്വത്തിൽ ഭഗവാൻ ബ്രഹ്മദേവൻ തന്നെ. വേദശാസ്ത്രാദികളുടെ ജ്ഞാനവിഷയത്തിൽ വ്യാഴാചാര്യന് തുല്യൻ, ഇന്ദ്രിയാദികളെ അടക്കുന്ന കാര്യത്തിൽ ശ്രീ വിഷ്ണുവിനു തുല്യൻ. ഭക്ത്യാ ഗോഗുരുവിപ്രേഷു വിശ്വക്സേനാനുവർത്തിഷു ഹ്രിയാപ്രശ്രയശീലാഭ്യാം ആത്മതുല്യ പരോദ്യമേ. ഗോക്കൾ, ഗുരുഭൂതന്മാർ, ബ്രാഹ്മണർ, ഭഗവത് ഭക്തന്മാർ ഇവരിലുള്ള ഭക്തി കൊണ്ടും ലജ്ജ കൊണ്ടും വിനയം കൊണ്ടും സൗമ്യ സ്വഭാവം കൊണ്ടും
അന്യന്മാരുടെ ഗുണങ്ങൾക്കു വേണ്ടി പരിശ്രമിക്കുന്നതുകൊണ്ടും ആത്മതുല്യനുമാകുന്നു. ഈ കാര്യങ്ങളിൽ സാദൃശ്യം പറവാൻ യോഗ്യന്മാരായിട്ട് അന്യന്മാരില്ലാത്തതുകൊണ്ട് ആത്മതുല്യൻ എന്ന് കാണിച്ചിരിക്കുന്നു. കീർത്യോർദഗീതയാ പുംപിസ്ത്രൈലോക്യേ തത്ര തത്രഃ പ്രവിഷ്ടകർണരന്ധ്രേഷു സ്ത്രീണാം രാമസദാമിവ. ത്രിലോകത്തിലുള്ള ജനങ്ങൾ ഉച്ചത്തിൽ ഗാനം ചെയ്യുന്നതായ കീർത്തി നിമിത്തം സ്ത്രീകളുടെ കർണദ്വാരങ്ങളിൽ പ്രവേശിച്ചിരുന്ന രാജാവ് സത്തുക്കൾക്ക് ശ്രീരാമൻ എന്ന പോലെ സമ്മതനായിരുന്നു. 22-ാമത്തെ അധ്യായം സമാപിച്ചു. 23-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.